രാധേ രാധേ, ഗുഡ് മോർണിംഗ്. നിങ്ങൾ 3 ദിവസത്തിൽ കൂടുതൽ എവിടെയും തങ്ങരുത്. നോക്കൂ, ബുദ്ധന്റെ ശിഷ്യന്മാര് 3 ദിവസത്തിൽ കൂടുതൽ എവിടെയെങ്കിലും തങ്ങാൻ ബുദ്ധൻ അനുവദിച്ചിരുന്നില്ല. എന്താണെന്നറിയുമോ? ഒരു സ്ഥലത്തോട് നിങ്ങൾക്ക് ഒട്ടൽ വരാൻ അല്ലെങ്കിൽ അറ്റാച്ച്മെന്റ് വരാൻ 4 ദിവസമെങ്കിലും എടുക്കും. ഒരു ഉദാഹരണം പറയാം. 1ാമത്തെ ദിവസം നിങ്ങൾ ഒരു സുഹൃത്തിന്റെ വീട്ടിലോ അല്ലെങ്കിൽ മറ്റൊരു അന്യ വീട്ടിലോ പോയി കിടക്കുന്നുവെന്ന് ഇരിക്കട്ടെ. നിങ്ങൾക്ക് സ്വാഭാവികമായ രീതിയിൽ ഉറങ്ങാൻ കഴിയില്ല. നിങ്ങളുടെ വീട്ടിൽ കിടക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ ഉറങ്ങുന്നു അതേ രീതിയിൽ ഉറങ്ങാൻ നിങ്ങൾക്ക് കഴിഞ്ഞേക്കില്ല. 2ാമത്തെ ദിവസവും നിങ്ങൾ അവിടെ തങ്ങുകയാണെങ്കിൽ ഒരല്പം എളുപ്പമാകും ആ ഉറക്കം. 3ാമത്തെ ദിവസമാണെങ്കിൽ അതിലേറെ എളുപ്പമാകും. 4ാമത്തെ ദിവസമാണെങ്കിൽ സ്വന്തം വീട്ടിലെന്ന പോലെ നിങ്ങൾക്ക് സുഖമായി ഉറങ്ങാൻ കഴിയും. കാരണം നിങ്ങൾക്ക് ആ വീടുമായി ഒട്ടലായി കഴിഞ്ഞു, അറ്റാച്ച്മെന്റ് ആയി കഴിഞ്ഞു. അതിനാൽ ബുദ്ധ സന്യാസിമാർ ആരും 3 ദിവസത്തിൽ കൂടുതൽ ഒരിടത്ത് നിൽക്കില്ല. 4ാമത്തെ ദിവസം അവര് സ്ഥലം വിട്ടിരിക്കും. ഒരു വ്യക്തിയുമായി 4 ദിവസം അടുപ്പിച്ച് സംസാരിച്ചാൽ അറ്റാച്ച്മെന്റ് ആയി കഴിഞ്ഞു. നിങ്ങൾ മദ്യം 4 ദിവസം അടുപ്പിച്ചു കുടിച്ചാൽ നിങ്ങൾ അതിന് അഡിക്റ്റായി മാറിക്കഴിഞ്ഞു. അതിനാൽ അധിക നാള് നിങ്ങൾ ബന്ധുവീട്ടിൽ പോയി തങ്ങരുത്. അധിക നാള് നിങ്ങളുടെ സുഹൃത്തുക്കളെ വീട്ടിൽ പോയി തങ്ങരുത്. അതുപോലെ നിങ്ങളും അധിക നാൾ ഒരാളെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ പാർപ്പിക്കരുത്. അത് ബന്ധുവാകട്ടെ, സുഹൃത്താകട്ടെ, സുഹൃത്തിന്റെ മക്കളാകട്ടെ. അത് അറ്റാച്ച്മെന്റിലേക്കും ആ അറ്റാച്ച്മെന്റ് പിന്നെ വലിയ വലിയ കുഴപ്പങ്ങളിലേക്കും നിങ്ങളെ നയിക്കും. തുടർച്ചയായി 4 ദിവസം ഒരാളോട് സംസാരിക്കരുത്. അതെല്ലാം നിങ്ങളെ അറ്റാച്ച്മെന്റിലേക്ക് കൊണ്ടുപോകും. എത്ര കണ്ട് നിങ്ങൾ അറ്റാച്ച്മെന്റ് സ്വീകരിക്കുന്നുവോ, എത്ര കണ്ട് നിങ്ങൾ മറ്റു വ്യക്തികളുമായി ഒട്ടുന്നുവോ, അത്ര കണ്ട് നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകും. അല്ലെങ്കിൽ അത്ര കണ്ട് ദൈവം പുറകോട്ട് പോകും. നിങ്ങൾ 10 പേരുമായി അറ്റാച്ച്മെന്റ് സ്ഥാപിച്ചാൽ ദൈവം 10 ചുവട് പുറകോട്ട് പോയി കഴിഞ്ഞു. നിങ്ങൾ 100 പേരുമായി അറ്റാച്ച്മെന്റ് സ്ഥാപിച്ചാൽ ദൈവം 100 അടി പുറകോട്ട് പോയി കഴിഞ്ഞു. അതേസമയം നിങ്ങൾ അതിൽ നിന്ന് 5 പേരെ കളഞ്ഞ് 95 ആണെങ്കിലോ ദൈവം 5 അടി മുന്നിലേക്ക് വരുന്നു. അതുകൊണ്ട് ഓർമ്മിക്കുക, അധിക നാൾ ആരുമായും തുടർച്ചയായി സംസാരിക്കാതിരിക്കുക, എവിടെയും തുടർച്ചയായി തങ്ങാതിരിക്കുക. അറ്റാച്ച്മെന്റ് ഇല്ലാതായാൽ ആ നിമിഷം നിങ്ങൾക്ക് ദൈവദർശനം കിട്ടും. ഗുഡ് മോർണിംഗ്. രാധേ രാധേ, ഓ രാധേ രാധേ.